ബില്ല് കൊടുത്ത് മുതലാളിമാരെ പറ്റിക്കുന്ന പ്രവാസികളുണ്ടോ? ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ഞാനൊരു പെട്രോൾ പമ്പിലാണ് വർക്ക് ചെയ്തത്. ഏത് കമ്പനിയാണെന്നൊന്നും പറയുന്നില്ല, നിയമപരമായിട്ട് കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ ഈ പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യുമ്പോൾ കുറേ ആളുകൾ, പ്രത്യേകിച്ച് മലയാളികളൊക്കെ വന്നിട്ട് പറയും, എനിക്ക് 100 ദിർഹമിൻ്റെ ബില്ല് വേണം, അല്ലെങ്കിൽ 150-200 ദിർഹമിൻ്റെ ബില്ല് വേണം. പക്ഷേ അവർക്ക് പെട്രോൾ വേണ്ട. ഞാൻ വെച്ചാൽ എന്തൊക്കെ പെട്രോൾ ഇല്ലാപ്പോൾ എന്തിനാ ഞങ്ങൾക്ക് ബില്ല്? സാലറി കൃത്യമായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വേണ്ട സാലറി കിട്ടുന്നില്ല. അപ്പോൾ ഈ 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കാതെ ഈ ബില്ല് വാങ്ങിയിട്ട് നേരെ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ മുതലാളിയുടെ അടുത്ത് കൊടുക്കുമ്പം അവിടെ നിന്ന് 100 രൂപ കിട്ടും. എന്നാൽ ഈ മനുഷ്യൻ 1 രൂപയ്ക്ക് പോലും പെട്രോൾ അടിച്ചിട്ടുണ്ടാവില്ല. ഇതൊരു ഉദാഹരണം മാത്രം. ഇതുപോലെ പല പല കമ്പനികളിൽ ബില്ല് കൊടുത്ത് മാത്രം ലക്ഷങ്ങൾ മുതലാളിമാരെ പറ്റിക്കുന്ന ആളുകളുണ്ട്. ഈ പൈസ നിങ്ങൾക്ക് ഹലാലാകുമോ? അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ഇക്ക, ഈ പൈസയാണല്ലോ നിങ്ങളുടെ മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ ഭക്ഷണമായിട്ട് നിങ്ങൾ കൊടുക്കുന്നത്. ഇല്ലില്ല, ഈ ഭക്ഷണം ഞാൻ അതിനു വേണ്ടി കൊടുക്കാറില്ല, ഞാൻ മാറ്റി വയ്ക്കാറാണെന്ന്. ഖുർആനിലൊരു വചനമുണ്ട്, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ. ഓ ജനങ്ങളെ, അതൊരു സമുദായത്തെ മാത്രം വിളിച്ചുകൊണ്ടല്ല പറയുന്നത്. ഓ ജനങ്ങളെ, നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ഹലാലായതും ഏറ്റവും പരിശുദ്ധമായതും മാത്രം ഭക്ഷിക്കുക എന്നാണ്. ഈ ബില്ല് വാങ്ങുന്ന ആളുകൾ, ഇത് കൊടുക്കുന്ന ആളുകൾ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ മുതലാളിയെ പറ്റിച്ചാൽ എന്നെങ്കിലും ഒരു നാൾ എനിക്ക് ഈ മുതലാളിയുടെ അടുത്ത് നിന്ന് പൊരുത്തം വാങ്ങിയാൽ ഞാൻ രക്ഷപ്പെട്ടു. എന്നാൽ ഇതുപോലെ 100 കണക്കിന് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇതുപോലെ ഓരോരുത്തരും വരുമ്പോൾ അവർക്ക് ബില്ല് കൊടുക്കുന്നു. ഈ ബില്ല് എവിടെയാണ് കൊണ്ടുപോകുന്നത്, ആർക്കാണ് കൊടുക്കുന്നതെന്ന് ഈ സ്റ്റാഫിനറിയില്ല. ചില്ലിക്കാശിന് വേണ്ടി 10, 15, 20 ദിർഹമിന് വേണ്ടി ഓരോ ദിവസവും നിങ്ങളുടെ ഭക്ഷണത്തിലും നിങ്ങളുടെ മാതാപിതാക്കളുടെയും മക്കളുടെയും ഭക്ഷണത്തിലും അവരുടെ രക്തത്തിലും ഹറാമ് കലർത്തുന്ന പ്രവാസികളുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ, ഒരു നാൾ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും. ചിലപ്പോൾ ഈ ഒരു സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിൽ രക്ഷപ്പെടാം, വലിയ കോടീശ്വരനാകാം. പക്ഷേ ആഖിറത്തിൽ ഹലാലല്ലാത്ത പണം സമ്പാദിച്ചതിൻ്റെ പേരിൽ നിങ്ങളെ ഓരോരുത്തരെയും പിടിച്ചു നിർത്തും. എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാ പ്രവാസികൾക്കും ഈ ഒരു സന്ദേശം കൈമാറണം. അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ മക്കളെയൊക്കെ ഓർത്തിട്ട് നിങ്ങളുടെ രക്തത്തിൽ ഹറാമ് കലരരുത് എന്നുള്ള നിയ്യത്തിലെങ്കിലും എന്ത് ചെയ്യുക, ഈ ഒരു പ്രവർത്തനം